കുട്ടിയാനകളുടെ കുസൃതികളൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണല്ലേ. അത് കാട്ടിലെ അവരുടേതായ ഒരു എക്കോസിസ്റ്റത്തിലാണെങ്കിൽ അതിലും ഭംഗിയായിരിക്കും. ഈ കുട്ടിയാനകളുടെ കുറുമ്പ് ഉൾപ്പെടെയുള്ള പറമ്പിക്കുളത്തെ പല കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. തമിഴ്നാട്ടിലെ ആനമലൈ ഫോറസ്റ്റ് റിസർവിലെ സേത്തുമടൈ ചെക്ക് പോസ്റ്റ് വഴിയാണ് നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോകേണ്ടത്. അതായത് കേരളത്തിലൂടെ ട്രാവൽ ചെയ്ത് തമിഴ്നാട്ടിൽ കയറി വീണ്ടും കേരളത്തിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ. സേത്തുമടൈ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യാനായിട്ട് വാഹനത്തിനും ആൾക്കാർക്കും ക്യാമറയ്ക്കും ചെറിയ ചാർജ് ഉണ്ടാവും. 7 മണിക്കാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ പലതരത്തിലുള്ള വന്യജീവികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടത് ഈ മലയണ്ണനെയാണ്, ദി മലബാർ ജയന്റ് സ്ക്വിറൽ. തൊട്ടടുത്ത് തന്നെ ഹനുമാൻ കുരങ്ങ് അഥവാ ഗ്രേ ലങ്കൂറിൻ്റെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. തെക്കൻ കേരളത്തിൽ കാണപ്പെടാത്ത ഒരുതരം കുരങ്ങ് വർഗ്ഗമാണ് ഗ്രേ ലങ്കൂർ. പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള സൈലന്റ് വാലിയാണ് കേരളത്തിൽ ഗ്രേ ലങ്കൂർസിൻ്റെ ആവാസ കേന്ദ്രം. ഈ കുരങ്ങുകളെ ഹനുമാന്റെ വാനരസേനയിലെ അംഗങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് കാരണമാണ് ഇവരെ ഹനുമാൻ ലങ്കൂർസ് എന്ന് വിളിക്കുന്നത്. സീതാദേവിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പൊള്ളിയത് കാരണമാണ് ഇവരുടെ കൈയും മുഖവും കറുത്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2005 വരെയുള്ള സർവേ അനുസരിച്ച് 7 തരം ഗ്രേ ലങ്കൂർസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ കാണുന്ന ഗ്രേ ലങ്കൂർസിന് ഫിസിക്കലി പല ഡിഫറൻസസ് ഉണ്ട്. ബേബി ലങ്കൂർ ജനിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ്. പ്രായം കൂടുന്നതനുസരിച്ചാണ് ഇവരുടെ കളർ ഗ്രേ ആയി വരുന്നത്. പ്രഗ്നൻസി പീരീഡ് ഏകദേശം 200 ദിവസമാണ്. ടിപ്പിക്കലി ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞാണ് ഉണ്ടാവാറ്. ജനിച്ച ആദ്യത്തെ ഒരാഴ്ച അമ്മയുടെ അടുത്തുനിന്ന് വിട്ടുമാറാത്ത കുഞ്ഞ് പതിയെ പതിയാണ് ബാക്കിയുള്ള ഗ്രൂപ്പുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നത്. പേഴ്സണലി ഞാൻ പറമ്പിക്കുളത്ത് മാത്രമാണ് ഈ ഒരു ഷെയ്ഡിലുള്ള ഗ്രേ ലങ്കൂർസിനെ കണ്ടിട്ടുള്ളത്. ഇവരുടെ രോമത്തിൻ്റെ കളർ സാധാരണ ഗ്രേ ലങ്കൂർസിനെ പോലെ അല്ല, കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡാണ് ഇവർക്ക്. പറയപ്പെടുന്നത് ഇവർ ഗ്രേ ലങ്കൂർസിൻ്റെയും നീൽഗിരി ലങ്കൂർസിൻ്റെയും ഒരു ഹൈബ്രിഡ് ആണെന്നാണ്. കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ വഴിയരികിലായിട്ട് ഒരു കാട്ടുപോത്ത് നിൽക്കുന്ന കണ്ടു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതൊന്നല്ല, ഒരു കൂട്ടം കാട്ടുപോത്തായിരുന്നു. ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം കാട്ടുപോത്ത് എന്ന് തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഇതിന് വേറെ വേറെ പേരുകളുണ്ട്. ഫോർ എക്സാമ്പിൾ കാട്ടി എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ബൊവീൻ ഫാമിലിയിൽ പെടുന്ന ഇവർ ആക്ച്വലി പശുവിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ജീവികളാണ്. ഇവർക്ക് പേരിടുന്നത് കുറച്ചുകൂടി ലോജിക്കലി ആയിരുന്നെങ്കിൽ ഇവരെ കാട്ടുപശു അല്ലെങ്കിൽ കാട്ടുകാള എന്ന് വിളിക്കേണ്ടി വന്നേനെ. ചെറുതായിരിക്കുന്ന സമയത്ത് കാട്ടുപോത്തിനെയും സാധാരണ പശുവിനെയും തമ്മിൽ തിരിച്ചറിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം 4 കാലിലുമുള്ള വെള്ള സോക്സ് പോലെയുള്ള കളർ ഡിഫറൻസ് ആണ്. ശരീരത്തിൻ്റെ വലിപ്പവും കൊമ്പിൻ്റെ സൈസും അതുപോലെ മസ്കുലർ ബോഡിയൊക്കെ കാരണം മെയിലിനെ നമുക്ക് പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇംഗ്ലീഷിൽ ഇവരെ ഗോർ എന്നാണ് വിളിക്കുന്നത്. ബൈസൺ എന്ന് വിളിക്കുന്ന തെറ്റാണ്, കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു ജീവിയില്ല. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് കേരളത്തിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന നീൽഗിരി ലങ്കൂറിനെയാണ്. മലയാളത്തിൽ ഇവരെ കരിങ്കുരങ്ങ് എന്നാണ് വിളിക്കാറ്. അതിരാവിലെ ആയതുകൊണ്ട് എല്ലാവരും ആഹാരം കഴിക്കുന്ന തിരക്കിലാണ്. തൊട്ടടുത്ത മരത്തിൽ തന്നെ ഒരു ഗ്രേ ലങ്കൂർ ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ട് സ്റ്റില്ലായിട്ടിരിക്കുന്ന ആളിനെ കണ്ടോ? മലബാർ ജയന്റ് സ്ക്വിറൽ അഥവാ മലയണ്ണ. ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ എന്നും വിളിക്കപ്പെടാറുള്ള ഇവർ റോഡൻ വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ജീവികളിലൊന്നാണ്. തമിഴ്നാടിൻ്റെ ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും ഒരു കൂട്ടം കാട്ടുപന്നികൾ നിൽക്കുന്ന കണ്ടു. ബിഗ് കാറ്റ്സിൻ്റെയും വൈൽഡ് ഡോഗ്സിൻ്റെയും മെയിൻ ഇരകളിലൊന്നാണിത്. നാട്ടിലിപ്പോൾ ഇവർ ക്ഷുദ്രജീവികളാണെന്ന് പറഞ്ഞ് കൊന്നു തള്ളുന്നുണ്ടെങ്കിലും കാട്ടിലെ കർഷകർ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. കാഴ്ചയിൽ വലിപ്പം കുറവാണെങ്കിലും ഇവർ എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. പൊതുവെ അങ്ങനെ മനുഷ്യരൊന്നും അറ്റാക്ക് ചെയ്യാറില്ല. പക്ഷേ ഇവർ പോകുന്ന പാത്തിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവർ ഇടിച്ചു തെറിപ്പിച്ചായിരിക്കും പോകുന്നത്.
അങ്ങനെയാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതും. മുളയരി വെച്ചിട്ടുള്ള പായസമൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ടാവും. ഈ കാണുന്നതാണ് ആ മുളയരി. 40 വർഷത്തോളം ആയുസ്സുള്ള മുള ഏകദേശം അതിൻ്റെ അവസാന കാലത്ത് എത്തുമ്പോഴാണ് ഇങ്ങനെ മുളയരി ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററിനടുത്താണ്. ഇവിടെ നിന്നാണ് ട്രെക്സും സഫാരീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം ലൊക്കേഷനിലാണ് പാർക്കിംഗ് സ്പേസും ക്യാൻറ്റീനും വരുന്നത്. ഇതാണ് ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്ക് അഥവാ നാട്ടുമരംകുത്തി. കേരളത്തിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു മരംകുത്തിയാണിത്. നമ്മളിപ്പോൾ പോകുന്നത് പറമ്പിക്കുളത്തെ എലിഫൻറ്റ് സോങ് ട്രെക്കിനാണ്. അത്യാവശ്യം കയറ്റമൊക്കെ ഉള്ളൊരു ട്രെക്കാണിത്. 6 കിലോമീറ്ററാണ് ഈ ട്രെക്കിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ ട്രെക്കിൻ്റെ ടൈം വരുന്നത്. ഇന്ത്യൻസിന് വീക്ക് ഡേയ്സിൽ 300 റുപ്പീസും വീക്കെൻഡ്സിൽ 380 റുപ്പീസുമാണ് ഈ ട്രെക്കിന് ചാർജ് വരുന്നത്. മിനിമം 5 പേരുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സപ്പോസ് നിങ്ങൾ 5 പേരില്ലാന്നുണ്ടെങ്കിൽ മിനിമം 5 പേരുടെ കാശ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. മാക്സിമം ഒരു ട്രെക്കിൽ 10 പേരാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ട്രെക്കിൽ 2 ട്രെയിൻഡ് ആയിട്ടുള്ള നാച്ചുറലിസ്റ്റ് നമ്മൾ അസിസ്റ്റ് ചെയ്യും. ഈ തീയിട്ടതുപോലെ കാണുന്നത് കൺട്രോൾഡ് ഫയർ ലൈനാണ്. കാട്ടുതീ സ്പ്രെഡ് ആവുന്നത് തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഞങ്ങളുടെ കൂടെ ഇന്ന് ട്രെക്കിൽ അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് സെൽവൻ ചേട്ടനാണ്. പറമ്പിക്കുളത്ത് പോകുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൽവൻ ചേട്ടൻ തന്നെയാണ് സ്ഥിരം ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാറ്. ട്രക്കിംഗ് റൂട്ട് ആയതുകൊണ്ടേ വരുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ബോർഡ് സ്റ്റാൻഡ്. ഇത് നമ്മുടെ തിന്നണ ഞാവലാണ്. ഇത്ര വലുതാവൂല ഇത് പിടിച്ചാലാണ് ആ തടിയുടെ വണ്ണാവുള്ളൂ. ആവശ്യത്തിന് വെള്ളവും റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് ബിഗ് ക്യാറ്റ്സ് വരുന്ന ഒരു ലൊക്കേഷനാണിത്. കുറച്ച് പഴക്കമുള്ള ടൈഗറിൻ്റെ പക്ക് മാർക്സ് ഉണ്ട് ഇവിടെ. ആലോചിച്ചൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തല കിടക്കുന്ന സ്വപ്നം. ഈ കാണുന്നത് മുഴുവൻ പുലിയുടെ കാഷ്ടങ്ങളാണ്, ലെപ്പേർഡ്സ് ക്യാറ്റ്. സോ ദിസ് മീൻസ് അവരിവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുണ്ട്.
കൃഷിയില്ല. പിന്നെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മുടെ മെയിൻ ഇതാണ് ഗ്രേ ജംഗിൾ ഫൗൾ അഥവാ കാട്ടുകോഴി. ഈ കാണുന്നതൊരു മെയിലാണ്. കൂട്ടത്തിൽ മെയിലിനെയാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ളത്. വൈൽഡ് ഡോഗ്സ് ഹണ്ട് ചെയ്ത ഒരു മ്ലാവിൻ്റെ അവശിഷ്ടങ്ങളാണിത്. ഇതിൻ്റെ ബാക്കി കഴിക്കാനായിട്ട് ഇടയ്ക്ക് അവരിവിടെ വരുന്നുണ്ടെന്നാണ് സെൽവൻ ചേട്ടൻ പറഞ്ഞത്. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് കാട്ടുകോഴിയുടെ കോളാണ്. മുളയരി പൂക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം മുളയരിയാണ്. ഈര കഴിക്കാനായിട്ട് വന്ന ആനകൾ ഇവിടെ കൂടി നിന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. വൈൽഡ് ഡോഗിൻ്റെയോ? അല്ല, അത് മറ്റേ ഇതിൻ്റെ ടൈഗറിൻ്റെ പക്മാർക്കാണ്. കാല് വയ്ക്കുന്ന സ്ഥലം ഇത്രയും ആഴത്തിൽ പതിയണം എന്നുണ്ടെങ്കിൽ ആ ടൈഗറിൻ്റെ വെയിറ്റും സ്ട്രെങ്ത്തും എന്തായിരിക്കും അല്ലേ? ഈ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ലെപ്പേർഡ് കയറിപ്പോയതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. ഈന്തപ്പനയുടെയൊക്കെ വർഗ്ഗത്തിൽപ്പെടുന്ന സൈക്കാഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് നാട്ടിലും കാണപ്പെടാറുണ്ട്. അങ്ങനെ എലിഫൻറ്റ് സോങ് ട്രെക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പറമ്പിക്കുളത്തെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. മുമ്പിലായിട്ട് കാണുന്നതാണ് പറമ്പിക്കുളത്തെ ക്യാൻറ്റീൻ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഇവിടെ നിന്നാണ്. പറമ്പിക്കുളത്ത് ഓൺ വെഹിക്കിളിൽ സഫാരി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു നാച്ചുറലിസ്റ്റ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ഈ ഒരു സഫാരിക്ക് ഓൺലൈനായി ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല. രാവിലെ 8 മണി മുതലാണ് ഇങ്ങനെയുള്ള സഫാരീസിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ലക്കുണ്ടെങ്കിൽ ഈ ഒരു സഫാരിയിൽ തന്നെ നമുക്ക് ഒരുപാട് വൈൽഡ് അനിമൽസിനെ കാണാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ ഈ സഫാരിയിൽ കണ്ടത് ഒരു കൂട്ടം കാട്ടാനകളെയാണ്. മാട്രിയാർക്ക് എന്ന് വിളിക്കുന്ന കൂട്ടത്തിലെ ഏറ്റവും തലമൂത്ത പെണ്ണാന നയിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് ആനകളെ എപ്പോഴും കാണാറ്. പ്രായപൂർത്തിയാകുന്നതോടുകൂടി കൊമ്പന്മാരെ ഇവർ കൂട്ടത്തിൽ നിന്നും ഓടിച്ചുവിടും. ഒരു ദിവസത്തിൽ 16 മണിക്കൂറോളമാണ് ഇവർ ഫുഡ് കഴിക്കാനായിട്ട് ചിലവാക്കുന്നത്. ഇതിനായിട്ട് ഒരു ദിവസം 50 കിലോമീറ്ററിന് മുകളിലാണ് ഒരു ആന സഞ്ചരിക്കുന്നത്. ആനകളുടെ ഈ ഒരു സഞ്ചാരം കാടിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടത്തിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ആനകൾ വളരെയധികം അലേർട്ടായിരിക്കും. നമ്മളിപ്പോൾ കണ്ട ആനക്കൂട്ടത്തിൽ ഒന്നല്ല 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അതും ജനിച്ച് ദിവസങ്ങൾ മാത്രമായ 2 എണ്ണം. കുറുമ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് കുട്ടിയാനകൾ. ആനക്കൂട്ടം മൊത്തത്തിൽ പാമ്പർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ കുറുമ്പും ഒപ്പിക്കാറുണ്ട്. അധികം പ്രായവ്യത്യാസമില്ലാത്ത 2 കുട്ടിക്കുറുമ്പന്മാരാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത്. രണ്ട് കുഞ്ഞന്മാരും കൂടെ അവിടെ കിടന്ന് അടികൂടുന്ന കണ്ടായിരുന്നു. നല്ല രസമാണ് ഇവരുടെ കളിയൊക്കെ കണ്ടു നിൽക്കാനായിട്ട്. 2 കൊമ്പനാനകൾ തമ്മിലുള്ള ഫൈറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാവും. 2 കുട്ടിയാനകൾ തമ്മിലുള്ള ഫൈറ്റ് കണ്ടിട്ടുണ്ടോ?
കുറച്ച് സമയത്തെ ഗുസ്തിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും തളർന്നപ്പോൾ ഫൈറ്റൊക്കെ നിർത്തി മിണ്ടാതെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സമയമൊന്നും അടങ്ങിയിരിക്കാൻ ഇവർക്ക് പറ്റത്തില്ലല്ലോ. ആള് പിന്നെയും കുറുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എപ്പോഴും ആനക്കൂട്ടം നിൽക്കുന്നത്. മിക്കവാറും അമ്മയുടെ കാലിനോട് ചേർന്ന് തന്നെയായിരിക്കും കുട്ടിയാന ഉണ്ടാകാറ്. താഴെ നിൽക്കുന്ന പുല്ല് തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്ത് സ്വന്തം കാലിൽ തട്ടി മണ്ണും പൊടിയുമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ആനകൾ കഴിക്കാറ്. ഈ ഒരു കാഴ്ച കാണാനായിട്ട് നല്ല രസമാണ്. പൂരത്തിനൊക്കെ കാഴ്ചവസ്തുവായിട്ട് കൊണ്ട് നിർത്തി ദ്രോഹിക്കുന്ന ആനകളെ പോലെയല്ല സ്വന്തം എക്കോസിസ്റ്റത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ആനയെ കാണാനായിട്ട്. അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആനക്കാഴ്ചകൾ കാണാനായിട്ട് സഫാരി വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടിയപ്പോൾ പതിയെ ആ കൂട്ടം റീഗ്രൂപ്പായി. എന്തെങ്കിലും രീതിയിലുള്ള ത്രെട്ട് തോന്നിക്കഴിഞ്ഞാൽ ആനക്കൂട്ടം ആദ്യം ചെയ്യുന്നത് കുട്ടികളെ സേഫ് ആക്കുക എന്നുള്ളതാണ്. ഇത്രയും ടൈറ്റ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും ആനക്കുട്ടികളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാറുള്ള ഒരു ബിരുദനുണ്ട്, കാട്ടിലെ അപ്പെക്സ് പ്രെഡേറ്റർ ആയിട്ടുള്ള ടൈഗർ. പക്ഷേ കടുവയ്ക്ക് പോലും അതത്ര എളുപ്പമൊന്നുമല്ല. ദിവസങ്ങളോളം ആനക്കൂട്ടത്തിനെ ഫോളോ ചെയ്തിട്ടാണ് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ കടുവ ഇത് ചെയ്യുന്നത്. കട്ടിയുള്ള സ്കിൻ ആയതുകൊണ്ടും വലിയ ശരീരമായതുകൊണ്ടൊക്കെ ആനയ്ക്ക് ഇഞ്ചുറി ഉണ്ടായാൽ ആ മുറിവുണങ്ങുന്നത് പ്രയാസമാണ്. ആഴത്തിലുള്ള മുറിവാണെങ്കിൽ അത് ഇൻഫെക്ഷനായി മരണം വരെ സംഭവിക്കാറുമുണ്ട്. ഈ ഒരു ലൂപ്പ് ഹോളാണ് കടുവ ഉപയോഗിക്കുന്നത്. കുട്ടിയാനയ്ക്ക് മുറിവുണ്ടാക്കിയതിന് ശേഷം കടുവ ദിവസങ്ങളോളം ആ ആനക്കൂട്ടത്തിനെ ഫോളോ ചെയ്ത് നടക്കും. ഇൻഫെക്ഷനായി മരണം സംഭവിക്കുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. കുഞ്ഞുള്ള സമയത്ത് അമ്മയാനയ്ക്ക് മുലപ്പാലിൻ്റെ സ്മെല്ലുണ്ടാവും. ഈ ഒരു സ്മെല്ല് വെച്ചിട്ടാണ് കൂട്ടത്തിൽ കുട്ടിയാന ഉണ്ടെന്ന് മനസ്സിലാക്കി കടുവ ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ആനക്കൂട്ടം ഇത്ര അലേർട്ടായിട്ട് നിൽക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് പ്രോപ്പർ പറമ്പിക്കുളം സെൻറ്റർ. ട്രൈബൽ സെറ്റിൽമെൻറ്റ്സും കടകളും ഒക്കെ ആയിട്ട് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയ ഇതാണ്. കടകളും ആളുകളും ഒക്കെയുള്ള ഈ സ്ഥലത്തും വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് ശ്രദ്ധേയമാണ്. പറമ്പിക്കുളത്തെ മെയിൻ അട്രാക്ഷൻസിലൊന്നാണ് കന്നിമര തേക്ക്. ബ്രിട്ടീഷുകാർ പ്ലാന്റേഷൻ നടത്തിയിരുന്ന സമയത്ത് ഈ തേക്കിനെ മുറിക്കാനായിട്ട് പോയപ്പോൾ ഇതിൽ നിന്നും ബ്ലഡ് വന്നെന്നും അത് കാരണം ഇത് വെട്ടാണ്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 500 വർഷം പഴക്കമുണ്ട് ഈ തേക്കിന്. സഫാരി മുമ്പോട്ട് പോകുമ്പോൾ ഒരു കൂട്ടം കാട്ടുപോത്ത് വഴിയരികിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കന്നിമരത്തേക്കിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ഓപ്പൺ വയൽ പോലത്തെ സ്ഥലം വരുന്നുണ്ട്. സ്ഥിരമായിട്ട് വൈൽഡ് അനിമൽസിനെ കാണുന്ന സ്ഥലമാണത്. ഇത്തവണ അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കുറച്ച് മ്ലാവുകളും പീലി നിവൃത്തിയാടുന്ന കുറച്ച് മയിലുകളും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസാണ്. ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പീലി നിവൃത്തിയാടുന്ന ആൺമയിലിൻ്റെ പീലി കണ്ട് കൗതുകം തോന്നിയ മ്ലാവ് അത് പോയി ഒന്ന് മണത്തൊക്കെ നോക്കുകയാണ്. ഇത് കണ്ട മയിൽ മ്ലാവിനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് വിടുന്നുണ്ട്.
അങ്ങനെ വീണ്ടും ഒരു കാട്ടുകോഴിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ സഫാരി കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പറമ്പിക്കുളത്തിന് പുറത്താണ്. നാളെ നമ്മൾ ഒരു ട്രെക്ക് കൂടി എടുക്കുന്നുണ്ട്, പറമ്പിക്കുളത്തെ പക്മാർക്ക് ട്രെക്ക്. പറമ്പിക്കുളത്തെ രണ്ടാമത്തെ ദിവസമാണെന്ന്. നമ്മളിപ്പോൾ പോകുന്നത് പെരുവാരിപ്പള്ളം ഡാമിൻ്റെ സൈഡിലേക്കാണ്. അവിടെ നിന്നാണ് പക്മാർക്ക് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെള്ളം ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസുണ്ട്. പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ പേപ്പേഴ്സ് ഇവിടെ കാണിച്ച് വണ്ടിയും പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതൊന്നൊരു ചെറുപ്പ് വീട്ടായിരുന്നു. 12 കിലോമീറ്ററാണ് ഈ ട്രെക്കിൻ്റെ ഡിസ്റ്റൻസ്. നമ്മുടെ കൂടെ ഒരു നാച്ചുറലിസ്റ്റ് ഉണ്ടാവും. ഇത്തവണയും സെൽവൻ ചേട്ടൻ തന്നെയാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്. 720 രൂപയാണ് ഒരാൾക്ക് ഈ ട്രെക്കിനുള്ള ചാർജ്. മിനിമം 5 പേരുണ്ടെങ്കിൽ ഈ ട്രെക്കിന് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ 5 പേരുടെ മിനിമം എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. എന്തായിരുന്നു പോയതാണ് മാർക്ക് പുതിയതാണത് രാത്രി. ആ മരത്തിലുണ്ട്. അതിൻ്റെ ചോട്ടിലൊക്കെ ആന കരിഞ്ഞിട്ട് ഉറച്ചിൻ്റെ പാടുകളിൽ നിന്നാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കരടി സാധാരണ ഒളിച്ചിരിക്കാറ്. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണിപ്പോൾ. മറിഞ്ഞു കിടക്കുന്ന ഈ മുളയിൽ കാണുന്നതാണ് മുളയരി. ഇത് കഴിക്കാൻ പറ്റുന്നൊരു വസ്തുവാണ്. നമുക്ക് നാട്ടിൽ മുളയരി പായസം എന്നൊക്കെയുള്ള വിഭവങ്ങൾ കിട്ടാറുണ്ട്. ഈ കാണുന്നത് കടുവയുടെ പക്മാർക്കാണ്. പക്മാർക്ക് ട്രെക്കിനിടയിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങളെത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഒരു ഒറ്റയാൻ. പെട്ടെന്നൊന്നും മൂവായില്ല. പെട്ടെന്നൊന്നും അങ്ങോട്ട് പോയില്ല.
ഇപ്പോഴാണ് ഞങ്ങളുടെ പ്രസൻസ് ആ ആനയ്ക്ക് ഫീൽ ചെയ്തത്. ആ സമയത്ത് അവൻ അലേർട്ടായത് കണ്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരു കരടി വന്ന് പെട്ടത്. പക്ഷെ ഞങ്ങളെ കണ്ട ഉടനെ അവൻ കാട്ടിലേക്ക് മാറി പോവായിരുന്നു. നേരിട്ട് ക്ലിയറായിട്ട് കണ്ടെങ്കിലും വീഡിയോ ക്ലിയറായിട്ട് എടുക്കാനുള്ളൊരു അവസരം അവൻ തന്നില്ല. അങ്ങനെ 12 കിലോമീറ്റർ ട്രെക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പെരുവാരിപ്പള്ളം ഡാമിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ ഒരു വശത്തായിട്ട് ഒരു കൂട്ടം പുള്ളിമാൻ വളരെ അലേർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ബിഗ് ക്യാറ്റ്സിൻ്റെ പ്രസൻസ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ടും പക്ഷേ ഒന്നിനെയും കാണുന്നില്ല. കുറച്ച് സമയം അലേർട്ടായിട്ട് നിന്നതിന് ശേഷം പുള്ളിമാൻ്റെ കൂട്ടം പതിയെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. ത്രെട്ട് ഒഴിവായി എന്നാണ് അതിൻ്റെ മീനിങ്. ട്രെക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ടൊരു ഒറ്റയാൻ നിൽക്കുന്നു. നല്ല ഹെവി സൈസും നല്ല ഉഗ്രം കൊമ്പുമുണ്ട്. ഇതിൻ്റെ കൊമ്പ് കാണുമ്പോൾ കസേരക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെയുള്ള കൊമ്പിൻ്റെ ഷേപ്പ് കാരണമാണ് അന്ന് ആ ആനയ്ക്ക് ആ പേര് കിട്ടിയത്. മുമ്പോട്ട് പോയപ്പോൾ ദേ നിൽക്കുന്ന റോഡിൽ നല്ല ഭംഗിയുള്ളൊരു കാട്ടുകോഴി. ആള് നല്ല ആക്റ്റീവാണ്. മെടുക്കൽ ഇതാ വീണ്ടും കൊമ്പനാന. അതൊന്നല്ല, 2 എണ്ണം. ഇവർ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആനകളാണ്. വലിപ്പവും കുറവാണ്.
അടുത്തതായിട്ട് കണ്ടത് ഒരു കുഞ്ഞു പുള്ളിമാനെയാണ്. ഒറ്റയ്ക്കല്ല കേട്ടോ. ഒരു സെക്കൻഡ് നിർത്തി നോക്കിയിട്ട് പോയി എടുക്കാൻ. പക്ഷെ അതെല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കണ്ടേ. അങ്ങനെ പറമ്പിക്കുളത്തിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ദേ വീണ്ടും ഒരു ആന. ആള് റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. കൂട്ടത്തിൽ വേറെ ആന ഉണ്ടോ എന്നൊരു സംശയവും ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഇരുട്ടായതുകൊണ്ട് കാട്ടിനകത്തേക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. വണ്ടി അടുത്തുള്ളത് കൊണ്ട് ആൾ നല്ല അലേർട്ടായിട്ടാണ് നിൽക്കുന്നത്. പ്രൊവക്കേഷൻ ഉണ്ടായാൽ ഏത് സമയം വേണമെങ്കിലും ചാർജ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആളിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് സേഫായിട്ട് താഴേക്ക് ഇറങ്ങി പോകാനുള്ള വഴി സെർച്ച് ചെയ്യാണ്. ആ വഴി കൺഫേം ചെയ്താൽ പിന്നെ അതുവഴി ഇറങ്ങിപ്പോവും. ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ആനയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യാതിരിക്കുക. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഹൈ ബീം ആണെങ്കിലും ലോ ബീം ആണെങ്കിലും അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. വണ്ടി ഓഫ് ചെയ്യാണ്ടിരിക്കുക, ഹോൺ അടിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ്. ഏതായാലും ആന പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ട്രാവൽ ആൻഡ് വൈൽഡ് ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് ഹെൽപ്പിനും ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ല, വാട്സാപ്പ് ചെയ്യാം. See you soon with the next one. Until then, use amigos.